അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഈ പറഞ്ഞ സാഹചര്യത്തിന് ഇന്ത്യയിൽ ഇന്ന് പുതുതായി എത്താൻ പോകുന്നൊരു സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മളിപ്പോൾ അറിയുമ്പോൾ ഒരു മുന്നണി ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരിന് അതിനെ നയിച്ച പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം വീണ്ടും കിട്ടും എന്ന് കരുതിയ ഇടത്ത് അതില്ല, അതിൽ നിന്ന് താഴേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട കക്ഷികൾ എവിടെയാണ് എന്ന് കൃത്യമായി ഒന്ന് വിലയിരുത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇതൊക്കെ വരുത്തി വച്ചത് ആര് എന്നുള്ളതിന് നരേന്ദ്രമോദി എന്ന ഉത്തരം എവിടെയും കേൾക്കുന്നു. ഇന്നലെ വരെ പറയാത്ത മാധ്യമങ്ങൾ ഡൽഹിയിൽ അങ്ങനെയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിന്ന് കേൾക്കുന്നു. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല, ഇത് ലോകമെമ്പാടും നമ്മൾ കണ്ടുവരുന്ന ഏകാധിപത്യ പ്രവണതയുള്ള ഏതൊരാൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു എക്സ്പെക്റ്റഡ് എൻഡാണ്. ഈ എൻഡ് എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം നമുക്ക് ഇപ്പോൾ അദ്ദേഹം വീണ്ടും പ്രൈം മിനിസ്റ്റർ ആകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ചൊരു കമൻറ്റ് ചെയ്യാൻ തയ്യാറല്ല. ബിക്കോസ് ലെറ്റ് ദം ഡിസൈഡ് ഇറ്റ്. പക്ഷേ എന്നിരുന്നാലും ഇത് മുന്നോട്ടുള്ള യാത്രയിൽ ഇതിനകത്തൊരു ഡെഫിനിറ്റ് എൻഡിങ് ഉണ്ടാവും. അല്ല, ഒന്ന് ചോദിക്കട്ടെ, അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഒരു സ്ഥിതിയിൽ പ്രധാനമന്ത്രിയായി വീണ്ടും വരാനൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാകുമോ? അങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് 10 കൊല്ലം ഇരുന്നൊരു പ്രധാനമന്ത്രിക്ക്, അതിനു മുമ്പ് ദശാബ്ദത്തിലധികം മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾക്ക് ഇങ്ങനെയൊരു സ്ഥിതി രാജ്യത്ത് ഒരു പാർട്ടിക്ക്, തൻ്റെ പാർട്ടിക്ക് ഉണ്ടാക്കി വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും പ്രധാനമന്ത്രിയായി ഞാൻ തന്നെ വരണമെന്ന് മനസ്സിൽ അടക്കി പിടിച്ചൊരു ആഗ്രഹം ഉണ്ടാവുമോ? ലുക്ക്, ലാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡോക്ടർ ലാൽ, അധികാരം എന്തിന് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട്, അവരിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഡിഫക്റ്റ്, ദേ ആർ ദ പീപ്പിൾ ഹൂ കനോട്ട് അഫോർഡ് ടു ലൂസ് പവർ. ബിക്കോസ് ഇഫ് ദേ ലൂസ് പവർ യു വിൽ ഗെറ്റ് മെനി തിങ്സ് ഔട്ട്. വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ ലാസ്റ്റ് 10 years, കഴിഞ്ഞ 10 വർഷം ഈ രാജ്യത്ത് എന്ത് നടന്നു എന്നുള്ളത്, എന്നുവെച്ചാൽ അണ്ടർഗ്രൗണ്ട് എന്ത് നടന്നു എന്നുള്ളത് ചിലപ്പോൾ ലോകം അറിയും, ചിലപ്പം ജയിലിൽ പോയേക്കാം. കാര്യം അത്രത്തോളം അഴിമതികളുടെ ഒരു ഇൻഡയറക്റ്റ് കഥ നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് അഴിമതി എന്ന് പറയുന്നത് എന്താ, ഓരോ കമ്പനികൾക്ക് പ്രോജക്റ്റ് കൊടുത്തതിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വ്യക്തമായി നിൽപ്പുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വളരെ സിമ്പിളാണ് ലോജിക്ക്. കാര്യം ഇപ്പം പ്രൈം മിനിസ്റ്ററിന് പുറത്ത് പോയിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പുതിയൊരാളാണ്, ഇപ്പം ഇന്ത്യ അലയൻസിൻ്റെ ഒരാളാണ് പ്രൈം മിനിസ്റ്റർ ആകുന്നതെങ്കിൽ, ഇപ്പം നരേന്ദ്രമോദിയുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ഹി മൈറ്റ് നോട്ട് ഹാവ് ഗെയിൻഡ് സംതിങ്. ഞാൻ അങ്ങനെ ഒരു അലിഗേഷൻ വെക്കുന്നില്ല. ബട്ട് ദ ഇഷ്യൂ ഈസ്, ഹാസ് ഹി ഹെൽപ്പ് സമ്മൺ ടു ഗെയിൻ മണി എന്നുള്ളൊരു ചോദ്യം വരും. അതും കറപ്ഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം ജയിലിൽ പോകുന്നുള്ളൊരർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം എന്ന ദൈവത്തോട്, അല്ലെങ്കിൽ ദൈവമായി അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാത്വിക ജന്മത്തിന് ഇങ്ങനെ കള്ളത്തരമൊക്കെ കാണിക്കാൻ പറ്റുമോ എന്ന് ജനങ്ങൾ ചിലപ്പം വിചാരിക്കും, അല്ലെങ്കിൽ സത്യസന്ധമായ കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ ഇങ്ങനെയുള്ളവർ നോക്കും. അപ്പോൾ ഈ ഒന്നാമത്തെ കാര്യം, എന്നിട്ട് ഞാൻ ആ പറഞ്ഞ ആദ്യത്തെ സെൻറ്റൻസിനകത്തുണ്ട്, ലാലിനെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാത്തതുകൊണ്ട് പറ്റിയൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് എന്താണ്, ഏകാധിപത്യ പ്രവണതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഏകാധിപത്യ പ്രവണതയുള്ളവർക്ക് എപ്പോഴും പവറിൽ ഓക്യുപ്പൈ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. മനസ്സിലായില്ലേ? ഞാൻ എന്ന് പറയുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടാവും. ലോകത്ത് ആരായാലും ഉണ്ടാവും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ലോക ചരിത്രത്തിൽ ഒരു ഏകാധിപതിയെ അത്ര ഇറക്കിവിടാൻ എളുപ്പമല്ല. ഏകാധിപതി, അല്ലെങ്കിൽ ഇപ്പം ഒരു ഏകാധിപതി എന്ന് വിളിക്കുന്നതിനേക്കാളും ഒരു സെമി ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ തലവനായാണ് നരേന്ദ്രമോദി ഇരിക്കുന്നത്. ഒരു സംശയമില്ല. പൂർണ്ണമായ ഒരു ഏകാധിപതി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചാൻസ് കിട്ടിയാകാം എന്നുള്ളതല്ലാതെ, ഇവിടെ അക്കൗണ്ടബിലിറ്റി വളരെ കൂടുതലായിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് പല കാര്യങ്ങളിലും പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അല്ല എങ്കിൽ പറയുന്ന കാര്യങ്ങളുടെ ഒരു ഉദാഹരണം, വളരെ സിമ്പിളായ ഉദാഹരണം ഞാൻ പറയാം. നോക്കൂ, സുപ്രീം കോടതിയുടെ വിധി വരുന്നു. എന്താണ്? ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടൊരു വിധി വരുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. പെട്ടെന്ന് അതങ്ങ് മാറ്റുക. പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ആക്കാം എന്ന് വെച്ചാൽ, സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ ഡിസിഷനെ ഓവർകം ചെയ്യാനായിട്ട് ദേ ഹാവ് മെയ്ഡ് എൻ അമെൻമെൻറ്റ്, ലോ പാസ്സാക്കി അത്
മുന്നോട്ട് പോയി, നമ്മൾ കണ്ടതല്ലേ. സിമിലർലി എത്ര കാര്യങ്ങളിൽ നമ്മൾ കണ്ടു. ഇതൊക്കെ ഒരു ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ, ഒരു ഓട്ടോക്രാറ്റിൻ്റെ ടെൻഡൻസീസാണ്. ഈ ടെൻഡൻസിയോടുകൂടി പല കാര്യങ്ങളും ഫങ്ഷൻ ചെയ്തിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ആദ്യം ഒരു ഇപ്പം അദ്ദേഹം നേരിടാൻ പോകുന്ന ഒരു ചലഞ്ച് ഞാൻ പറയാം. ഈ ഓർഡർ മാത്രം കൊടുത്തിട്ടുള്ള ഒരാൾക്ക് ഒന്നും കേട്ടിട്ടില്ലല്ലോ. ഹി വാസ് ലൈക്ക് എ റേഡിയോ, ഹി ഹാസ് നെവർ ലിസൺ ടു എനിവൺ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഈ മൻ കി ബാത്തിന് ആൾക്കാർക്ക് മൻ കി ബാത്ത് നടക്കില്ല. പോയി അദ്ദേഹത്തിനോടൊന്നും പല കാര്യങ്ങളും പറയാൻ പോലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. നിൽക്കേ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ പ്ലീസ്. ഇന്നത്തെ എൻ്റെ ഒരു പോയിന്റ്, അദ്ദേഹത്തിന് ഈ പറയുന്ന അലയൻസിലുള്ളവരെ ഒരു മിനിമം ഒരു 40 പേരെ അദ്ദേഹത്തിന് കോൺഫിഡൻസിലെടുക്കണം. ആ കോൺഫിഡൻസിലെടുത്ത് അദ്ദേഹത്തിന് മുന്നോട്ട് നീങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ചോദ്യം. അതിന് കാര്യം ഞാൻ പറയാം. ഈ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുമെന്ന സമയത്ത് നിങ്ങൾ ഡൽഹിയിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും, ബ്യൂറോക്രാറ്റ്സ് ശക്തരാകുന്നത്. ഞാൻ പറഞ്ഞ PMOയെ കുറിച്ചല്ല, അല്ലാത്ത തന്നെ ഈ ഭക്തി മൂത്ത് ശക്തരാകുന്ന ഒരവസ്ഥയുണ്ട്. ഇതിനകത്ത് ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഓഫീസ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസാണ്. ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് അങ്ങനെ എല്ലാ മന്ത്രിമാർക്കും, ഈ പറയുന്ന അലയൻസിലുള്ള മന്ത്രിമാർ കോയിലേഷൻ ഗവൺമെൻറ് ആണെങ്കിൽ ചുമ്മാതെ കയറി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് കയറി ഇടപെടാൻ പറ്റില്ല, അവരുടെ പോർട്ട്ഫോളിയോയ്ക്കകത്ത് കയറി ഇടപെടാൻ പറ്റില്ല. അവർ പറയുമ്പോൾ പണി നോക്കാൻ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞത് അതായത് എപ്പോഴും ഒരു കോയിലേഷൻ ഗവൺമെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് അതാണ്. കാര്യം എന്നാ, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് എപ്പോഴും ഒരു വീക്ക് പൊസിഷൻ കീപ്പ് ചെയ്യും. കാര്യം അവർക്ക് തോന്നിയ ദിവസം കാണിക്കാൻ പറ്റത്തില്ല. ഒരു ഫയൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് പറഞ്ഞ് വിളിപ്പിച്ച് പ്രൈം മിനിസ്റ്റർ വിളിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടുണ്ടാകും, വരാൻ പോകുന്ന ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഈ ഓർഡേഴ്സ് മാത്രം കൊടുത്ത് ശീലിച്ചിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്ററിന് പെട്ടെന്ന് ഒരു ഡിപ്ലോമാറ്റിക് ക്യാരക്ടർ ഉണ്ടാകേണ്ടതായിട്ട് വരുന്നു. നോക്കൂ, ഇപ്പം നരേന്ദ്രമോദിക്ക് ഇല്ലാത്ത ഏറ്റവും വലിയൊരു പ്രശ്നം അദ്ദേഹത്തിന് ഡിപ്ലോമസി ഇല്ലെന്നുള്ളതാണ്. ഡിപ്ലോമസി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ 10 വർഷം അദ്ദേഹത്തിന് അടിപൊളി ഒരു പ്രധാനമന്ത്രിയാകാമായിരുന്നു എന്നുള്ളതാണ്. ഒരു ജനാധിപത്യത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാകാമായിരുന്നു. ജനാധിപത്യ വിരുദ്ധതയെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം പുറത്തു പോകേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ചോയ്സിലേക്ക് വരാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഫങ്ഷൻ ചെയ്യാത്ത ഒരാളായി മാറുന്ന ഒരു സാഹചര്യം വരുന്നു എങ്കിൽ ഡെഫിനറ്റ്ലി എ പേഴ്സൺ ലൈക്ക് ഹിം ഈസ് ഗോയിങ് ടു ഫേസ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. ഇതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു ടേക്ക്. അപ്പം നമ്മൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണും. ഇപ്പം നാളെ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആകുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു, എല്ലാവരും വരുന്നു, മോഡിജി എന്ന് പറയുന്നു. പക്ഷേ 3 ദിവസം കഴിയുമ്പോഴാണ് ഇതിനകത്ത് ഹീ ഈസ് ഗോയിങ് ടു ഫേസ് ദ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ആ ഗൂഗിളീസ് ദൂസറാസ് ഒക്കെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോഴായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി.